Hi all, welcome to CEI Coder programming conducted by LionoEdu. This is program number 3 and let's find square root of a number. ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു നമ്പറുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. So now let's begin. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസറിൽ നിന്നും ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നം ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് നം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്ത് പോകുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ്, അതായത് നം സ്ക്വയർ റൂട്ട് ഈക്വൽ ടു നം എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ 0.5. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന നം സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിമാണ്. ഈ വേരിയബിളിലോട്ടാണ് നമ്മൾ നം എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ 0.5 എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു ഡബിൾ സ്റ്റാർ ഉണ്ട്. ആ ഡബിൾ സ്റ്റാറിൻ്റെ മീനിങ് ആണ് എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ √4 നമുക്ക് 4⁻1/2 എന്ന് എഴുതാം അല്ലേ. ഈ 1/2 നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 0.5 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. സോ അതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഐ തിങ്ക് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് print the square root of %0.3f is %0.3f dash %num, num square root. ഈ സ്റ്റെപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് അവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. സോ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി പലർക്കും വരുന്ന ഡൗട്ടാണ് എന്തിനാ ഇവിടെ %0.3f എന്ന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അല്ലേ. പലർക്കും ഡൗട്ട് വരാം. ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു ഫ്ലോട്ട് നമ്പർ ആണെങ്കിൽ അതിന് എത്ര ഡെസിമൽ പോയിൻറ്റ്സ് വ്യൂ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയി കൊടുത്തു 0.3f എന്നുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് പ്രകാരം കൊടുക്കാം. 0.2f നിങ്ങൾക്ക് എത്രയാണോ ഡെസിമൽ പ്ലേസസ് കാണിക്കേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഐ തിങ്ക് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു ആൻഡ് ലെറ്റ് മീ മൂവ് ഔട്ട് ടു നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഔട്ട്പുട്ട് വ്യൂ ചെയ്യിപ്പിക്കാം. ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായി പ്രോപ്പറായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഔട്ട്പുട്ടിലോട്ട് എത്താം. ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട്, അതായത് ദ സ്ക്വയർ റൂട്ട് ഓഫ് 8.000 ഈസ് 2.828. നിങ്ങൾ എന്താണ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവുക? 8 എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും ഇവിടെ ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. സോ 8 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ഇൻപുട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കിവിടെ കിട്ടുന്ന സ്ക്വയർ റൂട്ട്, ആ 8ൻ്റെ സ്ക്വയർ റൂട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് 2.828. ഓക്കെ, I hope this is clear for you and let me move out to next slide. Find square root of real or complex numbers importing the complex math module. ഞാൻ ഫസ്റ്റിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു, നൗ ഞാനത് പറയുന്നു. അതായത് സ്ക്വയർ റൂട്ട് നമുക്ക് 2 വേയിൽ കണ്ടുപിടിക്കാം. ഒരു വേ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വേ ആണ്. സോ നമ്മൾ ഫസ്റ്റിൽ കണ്ടുപിടിച്ച വേ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമ്പോർട്ട് സി മാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ ഓർ കോംപ്ലെക്സ് നമ്പർ ആണ്. ഓക്കെ, ഐ തിങ്ക് യു നോ ഇറ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഇറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നം ഈക്വൽ ടു 1 + 2j എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സാണ് എന്ത്? കളക്ട് ചെയ്യണം, ഇൻപുട്ട് കളക്ട് ചെയ്യണം. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഒരു കാര്യം എന്തായാലും ചെയ്യണം. ബിക്കോസ് എന്താണ്, ഇതൊരു മാത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. സോ ഇമ്പോർട്ട് സി മാത്ത് ചെയ്യണം. എന്നിട്ട് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്?
ഇൻപുട്ട് കളക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ അവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എങ്ങനെയായിരുന്നു നം സ്ക്വയർ റൂട്ട് ഈക്വൽ ടു നം എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ 0.5 ആയിരുന്നു. ഇവിടെ നമ്മൾ എന്താണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്? മാത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം നം സ്ക്വയർ റൂട്ട് ഈക്വൽ ടു സി മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് ഓഫ് നം. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സി മാത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഏതൊക്കെ പോർഷൻ നമുക്ക് വരുന്നുണ്ട്? ഒരു റിയൽ പോർഷനും വരുന്നുണ്ട്, ഒരു ഇമാജിനറി പോർഷനും വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുമ്പോൾ 1+2j എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്ലസ് എന്ന ഓപ്പറേഷന് മുന്നേ ആയിട്ടും ശേഷമായിട്ടും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഒരു റിയൽ നമ്പറുണ്ട്, അതേപോലെ ഒരു ഇമാജിനറി നമ്പറും ഉണ്ട് അല്ലേ? സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്ന സ്റ്റെപ്പിൽ അവരെന്താണ് രണ്ട് നമ്പറിനെ, റിയലിനെയും ഇമാജിനറി നമ്പറിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവരവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ദ സ്ക്വയർ റൂട്ട് ഓഫ് ഈസ് 1 0.3f plus 2 0.3f format num comma num square root dot real comma num square root dot image. ഇവിടെ റിയൽ എന്ന് പറയുന്നത് റിയലിനെ റെപ്രസെൻ്റ് ചെയ്യാനും ഇമേജ് എന്ന് പറയുന്നത് ഇമാജിനറി നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് സ്ലൈഡ് ഈസ് ക്ലിയർ ഫോർ യു. ആൻഡ് ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ദ സ്ക്വയർ റൂട്ട് ഓഫ് 1+2j ഈസ് 1.272 പ്ലസ് 0.786j. Is it clear for you? I hope this is clear for you. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 2 മെത്തേഡ്സ് ആണ് അല്ലേ? 2 മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നെന്ന് പറയുന്ന എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ യൂസ് ആക്കിയിട്ടും വേറൊന്നെന്ന് പറയുന്നത് മാത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുമാണ്. Okay, I hope this is clear for you, and thank you for watching this video. If you like the video, go for the like button, comment, and please go for sharing. If you need more videos, you can go for the subscribe button given below. Don't forget to press the bell icon near to it. Thank you.